വൺ fall ലീഡ്സ് ടു ഫിയർ. ഒരു വീഴ്ച കൊണ്ട് തകരുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ എല്ലുകൾ മാത്രമല്ല, അവരുടെ മനക്കരുത്തും അവരുടെ സ്വാതന്ത്ര്യവും കൂടിയാണ്. ആ ഒരു വീഴ്ച ബാത്റൂമിലോ വീട്ടിലോ എവിടെയെങ്കിലും ഒന്ന് കാല് വഴിക്ക് അവർ വീഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നടക്കാൻ സഹായം വേണമെന്നുള്ളൊരു തോന്നലാവും, അവരെ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്നാവും. അതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാനുള്ള ഉന്മേഷം കുറയും. പതുക്കെ പതുക്കെ അവർ വീടുകളിൽ ഒതുങ്ങിക്കൂടും. അങ്ങനെ ഒതുങ്ങിക്കൂടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. മാനസികമായിട്ട് അവർ ഒറ്റപ്പെടലിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, വീടുകളിൽ തന്നെ അവരുടെ മൂവ്മെൻറ്റ് കുറയുമ്പോൾ അത് കൂടുതൽ വീക്ക്നെസ്സിലേക്ക് നയിക്കുന്നു, മസിൽ വീക്ക്നെസ്. അപ്പം എന്താവും? അത് അടുത്ത വീഴ്ചയ്ക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ആ ഒരു വീഴ്ച പോലും സംഭവിക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ അച്ഛനമ്മമാർ മനസ്സ് നിറഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിലെങ്കിലും ചെയ്ത് നടന്ന് ഓടിക്കളിക്കുന്നത് കാണാൻ പേരക്കുട്ടികളുടെ കൂടെയും നമ്മുടെ കൂടെയൊക്കെ അവർ ഒപ്പം വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ അവരെ സഹായിക്കാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വീട്ടിൽ വരുത്തുക. ബാത്റൂംസ് എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. നടക്കുന്ന ടൈലുകൾ സ്ലിപ്പറി അല്ലാത്ത വിധത്തിൽ നോക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ചെരുപ്പ് മേടിച്ചു കൊടുക്കുക, സ്ലിപ്പറി അല്ലാത്ത ചെരുപ്പുകൾ മേടിച്ചു കൊടുക്കുക. ബാത്റൂംസിലും അല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡിലും ഒക്കെ റെയിലിങ്സ് ഫിറ്റ് ചെയ്യുക, അവർക്ക് പിടിച്ച് എഴുന്നേക്കാനും. ഇനി ഇതൊന്നുമില്ലെങ്കിലും അവരെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ പ്രേരിപ്പിക്കുക. ഈ ഒരു മനക്കരുത്ത് അവർക്ക് കൊടുക്കുക. നമുക്ക് എന്നെന്നും അവരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താം.